CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ജാഥയ്ക്ക് ഷൊർണൂർ കുളപ്പുള്ളിയിൽ സ്വീകരണം നൽകി. പൂക്കാവടിയും ഇണക്കാളയും പഞ്ചവാദ്യവും ഉൾപ്പെടെ വള്ളുവനാടിന്റെ തനത് കലാരൂപങ്ങൾ ഒരുക്കിയാണ് സ്വീകരിച്ചത്. കൊപ്പം പട്ടാമ്പി സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് 5 മണിയോടെയാണ് കുളപ്പുള്ളിയിലെത്തിയത്. പൂക്കാവടിയും ഇണക്കാളയും പഞ്ചവാദ്യവും ഉൾപ്പെടെ വള്ളുവനാടിന്റെ തനത് കലാരൂപങ്ങൾ ഒരുക്കിയാണ് സ്വീകരിച്ചത്. എം സ്വരാജ് കുളപ്പുള്ളിയിൽ സ്വീകരണം ഏറ്റുവാങ്ങി. കേന്ദ്രം കേരളത്തോട് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് എം സ്വരാജ് പറഞ്ഞു. കേരളത്തോടുള്ള കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചും വിവിധ ഗ്രാന്റുകൾ തടഞ്ഞുവെച്ചും കടമെടുക്കാനുള്ള അവകാശം തടഞ്ഞും കേരളത്തെ സാമ്പത്തികമായി ഞെരിച്ചുകൊല്ലാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മരിച്ച് മണ്ണടിഞ്ഞു പോയി എന്ന് തീർപ്പ് കൽപ്പിക്കപ്പെട്ട പദ്ധതികൾക്ക് നവജീവൻ പകർന്നു കൊടുക്കുന്ന ഒരു മഹാജാലവിദ്യയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ കേരളത്തിൽ ഈ കാലത്ത് ഇപ്പോൾ നടന്നത്. അങ്ങനെയാണ് ദേശീയപാതാ വികസനം, കൊച്ചി-ഇടവൻ പവർ ഹൈവേ, ഗെയിൽ, ഇതെല്ലാം അങ്ങനെ നാം ജീവൻ വെപ്പിച്ച പദ്ധതികളാണ്. LDF ഗവൺമെന്റ് ജീവൻ നൽകിയ പദ്ധതികളാണ്. ഒരു കാലത്ത് ഇല്ലാതെയായി പോയതാണ്. ഇതെല്ലാം ഈ കേരളം വിലയിരുത്തുന്നു. അതോടൊപ്പം ഇത്തരം വൻകിട പദ്ധതികളുമായി കേരളത്തെ ലോകത്തിലെ തന്നെ വികസന പദ്ധതികളോട് മത്സരിക്കാൻ കഴിയും വിധമുള്ള ഔന്നത്യത്തിലേക്ക് നയിക്കുന്ന പദ്ധതികളോടൊപ്പം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ, ദുർബലരായ മനുഷ്യർ, ജീവിത പ്രയാസങ്ങളെ നേരിടുന്നവർ, അവർക്ക് കൈത്താങ്ങായി നിൽക്കാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ജാഥ മാനേജർ വത്സൻ പാനോളി, ജാഥാംഗം കെ അനുശ്രീ, CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NN കൃഷ്ണദാസ്, CK രാജേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു, ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി, ഡോക്ടർ P സരിൻ, കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി N ജയപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.